ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷകവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവത്തിന്റെ ശക്തിയുമാകുന്നു. അതെ, ആ വചന സന്ദേശങ്ങൾ ഒരുപാട് ദൈവദാസന്മാരുടെ കയ്യിൽ, ദൈവദാസിമാരുടെ കയ്യിൽ കർത്താവ് നൽകി കൊടുത്തിട്ടുണ്ട്. ആ വചനം വേദപുസ്തകത്തിനകത്ത് നിന്നും അതിന്റെ ആത്മീയ മർമ്മങ്ങൾക്കനുസരിച്ച് നമുക്ക് അല്പനിമിഷം ഒന്ന് കേട്ടു നോക്കാം. അനുഗ്രഹീതരായ ഒരുപാട് ദൈവദാസന്മാർ നമുക്ക് വേണ്ടി ദൈവത്തിന്റെ വചനങ്ങൾ സംസാരിക്കുന്നുണ്ട്. അത് നമ്മൾ കേട്ട് പഠിച്ചു വരുന്നു, അത് നമ്മൾ മനസ്സിലാക്കി വരുന്നു. ചില ഹൃദയങ്ങളിലേക്ക് ആ വചനം ഇടപെടുന്നു. ഇന്ന് നമ്മളോടൊപ്പം സംസാരിക്കുന്നത് സിസ്റ്റർ അനിക്കാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ വചനങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ഈ വചന സന്ദേശം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് അതിവേഗത്തിൽ തന്നെ ഒരു വേദഭാഗം വായിക്കാം. ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 40 അധ്യായം 31 വാക്യം അതിപ്രകാരമാണ്: എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നമ്മൾ വായിക്കാനിടയായിട്ടുള്ളത്. കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ആരാണ് കാത്തിരിക്കുന്നത്? കർത്താവിൽ പ്രത്യാശയുള്ളവരാണ് കാത്തിരിക്കുന്നത്. ഹോപ്പില്ലെങ്കിൽ ഒരിക്കലും ഒരാൾക്കും കാത്തിരിക്കാൻ കഴിയത്തില്ല. രണ്ടാമത്തെ കാര്യം, ഒരിക്കലും ഫെയ്ത്ത് ഇല്ലാത്ത ഒരാൾക്ക് പോലും കാത്തിരിക്കാൻ വേണ്ടി കഴിയത്തില്ല. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്? നമ്മൾ ചിലപ്പോൾ വാക്തത്തിന് വേണ്ടിയിട്ടായിരിക്കാം കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പിരിച്വൽ ഗിഫ്റ്റ്സിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭൗതികമായ വിഷയത്തിന് വേണ്ടിയിട്ടായിരിക്കാം കാത്തിരിക്കുന്നത്. പക്ഷേ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പീരീഡ് കഴിഞ്ഞാൽ നമുക്ക് കാത്തിരിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും കഴിയത്തില്ല. കാരണം ചിലപ്പോൾ നമ്മൾ ഒരു ദിവസം പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ 2-3 ദിവസം നമ്മൾ ആ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചെന്ന് വരാം, ഒരു വീക്ക് പ്രാർത്ഥിച്ചെന്ന് വരാം, ഒരു മാസം പ്രാർത്ഥിച്ചെന്ന് വരാം. പക്ഷെ വർഷങ്ങളോളം ഒരു വാഗ്ദത്തത്തിന് വേണ്ടിയിട്ടും ആർക്കും കാത്തിരിക്കാൻ വേണ്ടിയിട്ട് കഴിയത്തില്ല. നമ്മൾ പലപ്പോഴും മടുത്തു പോകാറുണ്ട്. പക്ഷേ വെയിറ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാണെങ്കിൽ കർത്താവ് നമുക്ക് ശക്തി പുതുക്കി നൽകാൻ തയ്യാറാണ്. കർത്താവിന് വ്യക്തമായിട്ട് അറിയാം, ഒരു വെയിറ്റിംഗ് പീരീഡിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ശക്തി, നമ്മുടെ സ്ട്രെങ്ത് കുറയാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഫെയ്ത്ത് കുറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, നമ്മുടെ ഹോപ്പ് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് എന്ന് കർത്താവിനറിയാം. കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു, യഹോവയെ കാത്തിരിക്കാൻ നീ തയ്യാറാണെങ്കിൽ നിന്റെ ശക്തിയെ പുതുക്കി നൽകാൻ ഞാനും തയ്യാറാണ് എന്ന് ഒരു ഉറപ്പ്, അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യം കർത്താവ് നൽകാൻ തയ്യാറാണ് എന്നൊരു വിശ്വാസം നമ്മളിൽ കർത്താവ് പകർന്നു നൽകുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ഒരു വെയിറ്റിംഗ് പീരീഡിലൂടെയാണ് കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, വെയിറ്റിംഗ് പീരീഡിൽ കൊണ്ടുവന്ന് ഇട്ടിട്ട് നിങ്ങളെ വെറുതെ കളഞ്ഞിട്ട് പോകുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. വെയിറ്റിംഗ് പീരീഡിൽ ചിലപ്പോൾ നമുക്ക് എത്ര പ്രാർത്ഥിച്ചിട്ടും ദൈവത്തിൻ്റെ ശബ്ദം പോലും നിങ്ങൾ കേൾക്കുന്നില്ലായിരിക്കാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എവിടെയാണെങ്കിലും കർത്താവിൻ്റെ സാന്നിധ്യം, ആ പ്രസൻസ് നമ്മുടെ കൂടെ തന്നെയുണ്ട്. അത് എവിടെയും പോകുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കൂടെ തന്നെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മുടെ കർത്താവ് നമ്മൾ കരയുന്നത് കാണുന്നില്ല, നമ്മുടെ ജീവിതത്തിൽ മാത്രമാണ് ഈ ഒരു പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, മറ്റാർക്കുമില്ലാത്ത കഷ്ടത നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ ഈ ഒരു വെയിറ്റിംഗ് പീരീഡ് നിങ്ങളെ തകർത്ത് കളയാനല്ല, നിങ്ങൾക്ക് ചിലത് കർത്താവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു സീസണിൽ നിന്ന് മറ്റൊരു സീസണിലേക്ക് കയറുന്നതിന് മുമ്പ് കുറച്ച് സ്ട്രഗിൾ നിങ്ങൾ അനുഭവിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, നിങ്ങൾ പുതിയൊരു സീസണിൽ ചെന്നിട്ട് ഒരു നോളേജ് ഇല്ലാത്ത ഒരു വ്യക്തിയെ പോലെ നിൽക്കാനല്ല, കുറച്ച് നോളേജ് ഉള്ള ഒരു പവർ റിസീവ് ചെയ്തിട്ട് ഒരു ഘട്ടത്തിലോട്ട് കയറണമെന്നാണ് നമ്മുടെ അപ്പൻ ആഗ്രഹിക്കുന്നത്. അപ്പൻ്റെ മക്കൾ ഒരിടത്തും തലകുനിഞ്ഞു പോകാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമ്മളെ കുറേ കാര്യങ്ങൾ കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. ജോസഫിൻ്റെ ലൈഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം, ജോസഫ് ഒത്തിരി ഘട്ടത്തിലൂടെയാണ് കടന്നു വന്നത്. ഒറ്റയടിക്ക് താൻ വാഗ്ദത്തത്തിൽ കയറിയില്ല. താൻ വെയിറ്റ് ചെയ്ത് ഒത്തിരി നാൾ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് താൻ വാഗ്ദത്തത്തിലോട്ട് സ്റ്റെപ്പ് വെക്കുന്നത്. ആ വാഗ്ദത്തത്തിലോട്ട് സ്റ്റെപ്പ് വെക്കുന്നതിന് മുമ്പ് ഒത്തിരി പ്രാവശ്യം മുറിവേറ്റു, ഒത്തിരി പ്രാവശ്യം പുറകിൽ നിന്ന് കുത്തേറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം സഹോദരന്മാർ പോലും തന്നെ ആ ഒരു പൊട്ടക്കടത്തിലേക്ക് തള്ളിയിടാൻ വേണ്ടി ശ്രമിച്ചു, അല്ലെങ്കിൽ തള്ളിയിട്ടു. തനിക്ക് ആരുമില്ലായിരുന്ന ആ ഒരു സമയത്ത് ജോസഫും ചോദിച്ചിട്ടുണ്ടാവാം, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത്രയും കാര്യങ്ങൾ നടക്കുന്നു? ജോസഫ് കണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, അപ്പനും സഹോദരങ്ങളും തന്നെ വന്ന് നമസ്കരിക്കുന്നു. ഈ ഒരു കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴും ജോസഫ് ഇത്രയേ കണ്ടുള്ളൂ, തൻ്റെ വാഗ്ദത്തത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ അപ്പോഴും ജോസഫ് ഒരു സേഫായിട്ടുള്ള സോണിലാണ് നിൽക്കുന്നത്. എന്നാൽ എന്നാണോ അപ്പൻ്റെ കയ്യിൽ നിന്ന് താൻ പുറത്തു വന്നത്, തൻ്റെ വാഗ്ദത്തത്തിലോട്ട് സ്റ്റെപ്പ് വെച്ചത്, ഒന്നാമത്തെ സ്റ്റെപ്പ് വെച്ചത് പൊട്ടക്കിണറ്റിലായിരുന്നു. പക്ഷെ പൊട്ടക്കിണറ്റിൽ അവസാനിച്ചില്ല. രണ്ടാമത് ഒരു അടിമയായിട്ട് താൻ ഫറവോയുടെ അല്ലെങ്കിൽ പൊത്തിഫറിൻ്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. മൂന്നാമത് ജയിലിലും. ഈ 3 ജേർണിയിലും
ആരും തൻ്റെ കൂടെ ഇല്ലായിരുന്നു, താൻ ഒറ്റയ്ക്കായിരുന്നു, തൻ്റെ കൂടെ മറ്റാരുമില്ല. പക്ഷെ കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം, ജോസഫിൻ്റെ ഫെയ്ത്തും വലുതായിരുന്നു. ഒരിക്കൽ പോലും പിന്മാറി ജോസഫ് മാറിപ്പോയില്ല. ജോസഫ് ഹോപ്പ് കൈവിട്ടില്ല. ആ ജയിലിൻ്റെ അറയിൽ കിടന്നപ്പോഴും തൻ്റെ ഹോപ്പ് വലുതായിരുന്നു. ഇന്ന് ആരെങ്കിലും വെയിറ്റിംഗ് പീരീഡിലൂടെ കടന്നു പോകുന്നവർ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസം ചോർന്നു പോകരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യങ്ങൾ കയ്പാണെങ്കിലും അന്ത്യമാകുമ്പോൾ അത് മധുരമായി തീരും. കർത്താവ് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം വരെയും കർത്താവ് എത്തിക്കാൻ വിശ്വസ്തനാണ്. നിങ്ങളെ എല്ലാവരെയും ഈ വചനത്താൽ കർത്താവ് അനുഗ്രഹിക്കുമാറാട്ടെ. നിങ്ങൾ കണ്ടു കാണും, നമ്മുടെ മീറ്റിങ്ങിന്റെ പേര് ദൈവരാജ്യം എന്നാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനങ്ങൾ സിസ്റ്റർ അനിക്കിൽ നിന്ന് കേൾക്കുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവത്തിന്റെ ശക്തിയുമാണ്. ആ ദൈവത്തിന്റെ ശക്തി നമ്മൾ അനുഭവിച്ചു വരുമ്പോൾ കർത്താവ് ആമേൻ തന്റെ ദാസിലൂടെ പറയുക, കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. അതെ, കാത്തിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ശക്തിയെ പുതുക്കും. കർത്താവിന്റെ ദാസിയെ കർത്താവ് ഉപയോഗിച്ചുവല്ലോ. ഇനിയും അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ സംസാരിക്കുവാൻ കർത്താവിന്റെ ദാസിയെ കർത്താവ് ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. പ്രാർത്ഥന വിഷയങ്ങളുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, നമുക്ക് പ്രാർത്ഥിക്കുന്നതാണ്. 24 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി സമയങ്ങളെ കണ്ടെത്തുന്നതാണ്. ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ.